ഹായ്, ഹലോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ എനിക്ക് സുഖം തന്നെയാണ്. ഞാൻ ഇന്നൊരു വെറൈറ്റി അച്ചാർ ഇട്ടിട്ടുണ്ട്. അതായത് ചെറി കൊണ്ടുള്ളൊരു അച്ചാറാണ്. ചെറി ചെറി കൊണ്ട് ഉള്ളൊരു അച്ചാറാണ് ഞാൻ ഇട്ടത്. പക്ഷേ അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ ഞാനത് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഞാനത് പറഞ്ഞു തരികയാണ്. പാത്രം അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയാണ് ഒഴിക്കാനുള്ളത്, നല്ലെണ്ണയല്ല. വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ ചൂടായതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഇട്ട് പൊട്ടിച്ചതിന് ശേഷം മുളക് കീറി ഒരു 3 മുളക് കീറിയത് തന്നെ എടുത്ത്, മുളക് കീറിയത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത്, ഇതെല്ലാം കൂടെ, കറിവേപ്പില, ഇതെല്ലാം കൂടെ ചേർത്ത് അത് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം ചതച്ച വറ്റൽമുളക്, കുരുമുളക്, പിന്നെ ഗ്രാമ്പു 5 ഗ്രാമ്പു, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, ഉപ്പ്, ലാസ്റ്റ് അതെല്ലാം കൂടി ഇട്ട് ഇളക്കി, കായപ്പൊടി, ഇതെല്ലാം കൂടി ഇട്ട് ഇളക്കിയതിന് ശേഷം ഈ ചെറി അതിലേക്ക് തട്ടിയിടുക. തട്ടിയിട്ടതിന് ശേഷം ശകലം വിനാഗിരി ഒഴിക്കുക. വിനാഗിരി കൂടരുത്. ശകലം വിനാഗിരി ഒഴിച്ച് അത് മിക്സ് ചെയ്ത് ഇളക്കി റെഡിയാക്കി എടുക്കുക. എടുത്തതിന് ശേഷം ഈ ചെറി അതിലേക്ക് ഇടുക. ഈ ചെറി അതിലേക്ക് ഇട്ട് നല്ലതുപോലെ ഇളക്കി ഒരു 10 മിനിറ്റോളം അത് ഇളക്കി മിക്സ് ചെയ്ത് ഈ അരപ്പ് ഇതിലേക്കൊന്ന് പിടിക്കുവാൻ വേണ്ടി നമ്മൾ നോക്കണം. നോക്കിയതിന് ശേഷം അവസാന ഘട്ടം ഒരു ചെറിയ സ്പൂണിന് ഒരു അര സ്പൂൺ പഞ്ചസാര അതിലേക്ക് നമ്മൾ ഇടുക. ഇട്ട് അതിനെ മിക്സ് ചെയ്ത് ഇളക്കി നന്നായിട്ട് ഇളക്കി അതിനെ മറ്റൊരു ബൗളിലേക്ക് മാറ്റുക. ആ സാധനമാണ് ഇത്. അപ്പോഴെനിക്കതിന് സങ്കടമുണ്ട്. ഇനി ഒരു ദിവസം ഞാനത് നിങ്ങളെ ഈ വീഡിയോ ഞാൻ അത് കാണിച്ചു തരുന്നതാണ്. എല്ലാവരും ക്ഷമിക്കുക. അത് എനിക്കിപ്പോൾ പറയുവാൻ മാത്രമേ കഴിയുന്നുള്ളൂ. പിന്നെ അതുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ ഞാനത് നന്നായിട്ട് നിങ്ങൾക്കിത് ഒന്നായിട്ട് നല്ലതുപോലെ ഞാനത് പറഞ്ഞ് ചെയ്ത് കാണിച്ചു തരുന്നതാണ്. അതുകൊണ്ട് ഇപ്പോഴിത് നിങ്ങൾ ഉൾക്കൊള്ളണം. അതുകൊണ്ട് ഈ ചെറി എങ്ങനെ ഇരിക്കും, ഈ അച്ചാർ, ചെറിയ അച്ചാർ എങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഈ ചെറി മാത്രമായിട്ട് ഞങ്ങൾ എടുക്കരുത്. എടുക്കുമ്പോൾ ഈ ചെറിയും ഇതിൻ്റെ മസാലയും കൂടെ ചേർത്ത് വേണം എടുക്കാനുള്ളത്. അപ്പോൾ മസാലയും ചെറിയും കൂടെ ചേർത്ത് ചൂടുണ്ട്, നല്ല ചൂടാണ്. നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വാ. അതിഗംഭീരമായ ടേസ്റ്റ്. ചെറിയല്ല, അതിൻ്റെ മസാലയാണ്. നമുക്കത് പറയാൻ പോയി അത്ര ടേസ്റ്റ്, നല്ല അടിപൊളി ടേസ്റ്റ്. അത്രയ്ക്ക് നല്ല നാക്ക്, നല്ല എന്താ പറയുന്നത്, ഞാനിത് എപ്പോഴും ഞാൻ എന്തുണ്ടാക്കിയാലും എനിക്ക് ഇഷ്ടപ്പെടുന്ന സാധനം അതിൻ്റെ മണമാണ്. മണത്താണ് ഞാൻ എൻ്റെ ടേസ്റ്റിനെ അറിയുന്നത്. മണത്തറിഞ്ഞപ്പോൾ തന്നെ എനിക്കറിയാം ഈ സംഭവം അടിപൊളിയായിരിക്കുന്നു. പക്ഷെ എല്ലാവരും ഇത് നോക്കുക. കഴിയുമെങ്കിൽ നിങ്ങളിത് ശ്രമിച്ച് നോക്കുക ഞാൻ പറഞ്ഞതുപോലെ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അടുത്തൊരു വീഡിയോ ഈ ചെറി കൊണ്ടുള്ള അച്ചാർ ഞാൻ ഇടുന്നതാണ്. നമ്മുടെ കല്യാണ സദ്യകൾക്ക് എല്ലാത്തിനും, കല്യാണ സദ്യകൾക്ക് പിന്നെ ഉള്ള അച്ചാറുകളിൽ ഒരു വെറൈറ്റി അച്ചാറാണ് ഞാൻ ഇന്നിപ്പോൾ ഇട്ടിരിക്കുന്ന ചെറി കൊണ്ടുള്ളൊരു അച്ചാർ. അപ്പോൾ കല്യാണങ്ങൾ എവിടെ ഏത് ലോകത്താണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കാറ്ററിങ്ങിൻ്റെ പേര് ജൂവൽ കാറ്ററിംഗ് എന്നാണ്. ഏത് സ്ഥലത്ത് വേണോ ഞങ്ങൾ പോയത്, കല്യാണമല്ല മറ്റെന്ത് പരിപാടി ഉണ്ടെങ്കിലും, എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ഞങ്ങളത് ചെയ്തു കൊടുക്കുന്നതാണ്. നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കുന്നത്, നല്ല ടേസ്റ്റോടുകൂടി നല്ല രീതിയിൽ ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നതാണ്. എല്ലാം നമ്മുടെ കയ്യിലുള്ളതാണ്. അതുകൊണ്ട് എന്ത് പാചകം പറഞ്ഞാലും ഞങ്ങളത് ചെയ്ത് കൊടുക്കും. ടേസ്റ്റോടുകൂടി, രുചിയോടുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഞങ്ങൾ വിളമ്പി തരുന്നതാണ്. അതുകൊണ്ട് അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് അടുത്ത പ്രാവശ്യം വരുന്നതാണ്. വന്ന് നിങ്ങൾക്ക് ഇത് ചെയ്ത് തരും, കാണിച്ചു തരും. പിന്നെ അതുവരെ നിങ്ങളെല്ലാവരും ഗുഡ് നൈറ്റ്. ഓക്കെ, ബൈ ബൈ.